സംസ്ഥാനത്ത് +1 സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് ആവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. മലപ്പുറത്തെ അടക്കം കണക്കുകൾ നിരത്തിയാണ് മന്ത്രിയുടെ അവകാശവാദം. എന്നാൽ മന്ത്രി പറഞ്ഞ കണക്കും സർക്കാർ തന്നെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച കണക്കുകളും തമ്മിലുള്ള വ്യത്യാസം പരിശോധിച്ചാൽ മന്ത്രി പറയുന്നതിലെ കണക്കിലെ കളികൾ മനസ്സിലാക്കാനാകും. നമുക്ക് ആ കണക്കൊന്ന് കൂട്ടിനോക്കാം. ഏകജാലകം വഴി ഹയർ സെക്കൻഡറി പ്രവേശനം നേടുന്നതിനുള്ള സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റാണിത്. ഓരോ അലോട്ട്മെന്റ് ഘട്ടത്തിലും ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് ജില്ലാ തലങ്ങൾ മുതലുള്ള കണക്കുകൾ ഈ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പ്രകാരം സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ച രേഖയാണിത്. ഇനി മലപ്പുറം ജില്ലയിലെ അപേക്ഷകരുടെ എണ്ണം മന്ത്രി പറഞ്ഞത് കേൾക്കുക. ഇനി ഞാൻ പറയുന്നത് മലപ്പുറത്തെ സീറ്റാണ്, എണ്ണമാണ് പറയുന്നത്. അവിടെ +1 അപേക്ഷ നൽകിയത് 74,840. നമുക്ക് 74,840 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയ ഉത്തരവാദിത്വം ഉണ്ട് അപേക്ഷ നൽകി. ഇനി സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ച കണക്ക് നോക്കാം. 82,446 അപേക്ഷകർ എന്നത് മന്ത്രി പറഞ്ഞപ്പോൾ 74,840 മാറി. അഥവാ 7,606 അപേക്ഷകരുടെ വ്യത്യാസം. തൊട്ടടുത്ത കോളം നോക്കിയാൽ ആ കണക്കിലെ കളിയിലെ ഉത്തരവും കിട്ടും. ആ 7,606 വിദ്യാർത്ഥികൾ മറ്റു ജില്ലകളിൽ നിന്നായി മലപ്പുറം ജില്ലയിൽ സീറ്റിനായി അപേക്ഷിച്ചവരാണ്. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, മറ്റു ജില്ലകളിലും ഇതര ജില്ലകളിൽ നിന്നുള്ള അപേക്ഷകർ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ 7,606 വിദ്യാർത്ഥികളുടെ അപേക്ഷകളെ വിദ്യാഭ്യാസ മന്ത്രി ആദ്യം തന്നെ വെട്ടി. മെറിറ്റിലും വിവിധ സംവരണ കോട്ടകളിലുമായി 49,906 വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയെന്ന് മന്ത്രി. 50,036 വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയെന്ന് സർക്കാർ രേഖയും. അലോട്ട്മെന്റ് നൽകിയിട്ടും മലപ്പുറത്ത് 10,897 വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിട്ടില്ലെന്നാണ് മന്ത്രിയുടെ അവകാശവാദം. വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന വിഷയമോ വിദ്യാലയമോ ലഭിക്കാതെ എങ്ങനെ പ്രവേശനം നേടുമെന്നാണ് വിദ്യാർത്ഥികളുടെ ചോദ്യവും. അങ്ങനെ അഡ്മിഷൻ നേടാത്തവരെയും മന്ത്രി കണക്കിൽ നിന്നും വെട്ടി. മലപ്പുറം ജില്ലയിൽ അൺഎയ്ഡഡ് സീറ്റുകളടക്കം നിലവിൽ 21,550 സീറ്റുകൾ ഒഴിവുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അവകാശവാദം. എന്നാൽ അൺഎയ്ഡഡ് സീറ്റുകളടക്കം ബാക്കിയുള്ളത് 17,224 സീറ്റുകളെന്ന് സർക്കാർ രേഖ. മലപ്പുറത്ത് ഇനി പ്രവേശനം കാത്തിരിക്കുന്ന അപേക്ഷകരുടെ എണ്ണം 14,037 മാത്രമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മലപ്പുറം ജില്ലയിൽ ആകെ 49,906 സീറ്റുകളിൽ ഇതുവരെ പ്രവേശനം നേടി. അപ്പം നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ അപേക്ഷ നൽകി പ്രവേശനം നേടിയവരും തമ്മിലാണ് നോക്കേണ്ടത്. 10,897 മലപ്പുറം ജില്ലയിൽ നിലവിലുള്ള ഒഴിവുകൾ അതല്ലേ ചോദിച്ചു. എന്നാൽ 82,446 അപേക്ഷകരിൽ നിന്നും പ്രവേശനം നേടിയ 50,036 വിദ്യാർത്ഥികളുടെ എണ്ണം കുറച്ചാൽ നമുക്ക് കിട്ടുക 32,410 എന്നാണ്. അത് 14,037 ആക്കുന്ന മന്ത്രിയുടെ മായാജാലവും കണക്കിലെ കളികളും യുക്തിക്ക് നിരക്കുന്നതല്ല. മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും എല്ലാ വിഷയങ്ങളിലും A+ നേടിയിട്ടും ഇനിയും അവസരം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും മന്ത്രിയുടെ കണക്ക് ഒട്ടും ദഹിക്കില്ല. എന്തിനേറെ SFIക്ക് പോലും മന്ത്രിയുടെ ഈ കണക്ക് ഇനിയും ബോധ്യമായിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കണം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. അഷ്കർ അലി കരിമ്പ നൽകും കൂടുതൽ വിവരങ്ങൾ. ഗുഡ് ഈവനിങ് അഷ്കർ അലി. ഇവിടെ കണക്ക് പരിശോധിക്കാനാണല്ലോ എല്ലാവരും പറയുന്നത്. കണക്ക് പരിശോധിക്കാൻ MSF തയ്യാറാണ് എന്ന മന്ത്രിയോട് മറുപടി അവർ ഇട്ട് കഴിഞ്ഞു. അതിനു മുൻപ് നമ്മൾ ഈ കണക്കൊന്ന് അഷ്കറിന്റെ നേതൃത്വത്തിൽ കൂട്ടി നോക്കുമ്പോൾ തന്നെ മന്ത്രി പറയുന്ന കണക്ക്, സർക്കാരിന്റെ വെബ്സൈറ്റിലെ കണക്ക്, അത് തമ്മിൽ തന്നെ പൊരുത്തക്കേടുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ സീറ്റുണ്ട്, അല്ലെങ്കിൽ 3,000-ൽ താഴെ കുറവുള്ളൂ എന്ന് പറയുന്ന കണക്ക് ഒട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ സാർ എന്നല്ലേ നമ്മുടെ ഈ മറുപടി അഷ്കർ? സുജയ, തീർച്ചയായും ആ രീതിയിൽ നമുക്ക് മറുപടി കൊടുത്തേ തീരൂ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. കാരണം ആദ്യഘട്ട അലോട്ട്മെന്റ് മുതൽ തന്നെ കൃത്യമായി ഓരോ അലോട്ട്മെന്റും പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ ആധാരമാക്കുന്നത് സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക രേഖകളാണ്. ഇപ്പോഴും മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക രേഖയിൽ ചില ഒളിച്ചു കളികൾ നടത്തിക്കൊണ്ടാണ് എല്ലാ തവണയും വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രതികരിക്കുന്നത്, നിയമസഭയ്ക്കകത്ത് പ്രതികരിക്കുന്നതും ഇത്തരം ഒളിച്ചു കളികളാണ്. അതിൽ ഉദാഹരണത്തിന് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഈ +1
സീറ്റിന് അപേക്ഷിക്കുക, അഥവാ മലപ്പുറം ജില്ലയിൽ തങ്ങൾക്ക് +1 പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 82,446 എന്നാൽ അതേ സ്ഥാനത്ത് അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ആ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് 74,840 അഥവാ മന്ത്രി പറഞ്ഞതും രേഖയിലുള്ളതും തമ്മിൽ 7,606 വിദ്യാർത്ഥികളുടെ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ വളരെ വേഗത്തിൽ കണ്ടെത്തണം. കാരണം മലപ്പുറം ജില്ലയിൽ നിന്നും മലപ്പുറത്ത് സീറ്റ് വേണമെന്ന് അപേക്ഷിച്ച മറ്റ് ജില്ലക്കാരായ വിദ്യാർത്ഥികളുണ്ട്, അഥവാ മേൽവിലാസം മറ്റ് ജില്ലക്കാരാവുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. ഒരുപക്ഷെ ജില്ലാ അതിർത്തിയിൽ താമസിക്കുന്ന മറ്റ് ജില്ലകളിലുള്ള ആൾക്കാരായിരിക്കാം, ഒരുപക്ഷെ മലപ്പുറത്തേക്ക് കുടിയേറി പാർത്ത പുറം ജില്ലയിൽ മേൽവിലാസമുള്ള ആളുകളായിരിക്കാം, ഒരുപക്ഷെ ഇവിടെ വന്ന് താമസിക്കുന്നവരായിരിക്കാം. ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ SSLC അവർ പഠിച്ച സ്കൂളുകൾ എന്തായിരിക്കും, ഒരുപക്ഷെ മറ്റ് ജില്ലകളായിരിക്കും. സ്വാഭാവികമായും ഈ വിദ്യാർത്ഥികളായ 7,606 വിദ്യാർത്ഥികളെ അപേക്ഷകരുടെ എണ്ണത്തിൽ തന്നെ ആദ്യം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വെട്ടി എന്നുള്ളതാണ് ഈ സീറ്റ് കുറയ്ക്കാൻ, സീറ്റ് പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കാൻ മന്ത്രി ശ്രമിച്ച ഒന്നാമത്തെ ശ്രമം. പക്ഷേ അങ്ങനെ മന്ത്രി ശ്രമിക്കുകയാണെങ്കിൽ ഇതേ സാഹചര്യം മറ്റു ജില്ലകളിലുമുണ്ട്. പാലക്കാട് ജില്ലകളിൽ 6,600 വിദ്യാർത്ഥികൾ പുറം ജില്ലകളിൽ നിന്നുള്ളവരാണ്. അതിൽ പല വിദ്യാർത്ഥികളും എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളാണ്. സമാനമായ രീതിയിൽ കോഴിക്കോട്ടേക്കും മലപ്പുറം ജില്ലയിലുള്ള വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ജില്ല മാറിയുള്ള അപേക്ഷകളെ വെട്ടിക്കുറച്ചുകൊണ്ടാണ് സീറ്റ് പ്രതിസന്ധി ഇല്ലെന്ന് വരുത്തി തീർക്കാൻ ഒന്നാമതായി വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചത്. രണ്ടാമതായി വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ഒരു കണക്കെന്ന് പറയുന്നത് അലോട്ട്മെന്റ് നൽകിയിട്ടും 10,897 വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ 10,897 വിദ്യാർത്ഥികളെയും മന്ത്രി വെട്ടി. അങ്ങനെയാണ് വീണ്ടും പ്രതിസന്ധി ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ഈ 80,000 അപേക്ഷകൾ വന്നിട്ട് അതിൽ 10,000 വിദ്യാർത്ഥികളും പ്രവേശനം നേടാതിരുന്നത് എന്നുള്ള ചോദ്യത്തിനുകൂടി മന്ത്രി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം തങ്ങൾ ആഗ്രഹിച്ച വിഷയത്തിന് വിദ്യാർത്ഥിന് ഒന്നും തന്നെ അഡ്മിഷൻ ലഭിക്കാത്തൊരു വിദ്യാർത്ഥി സർക്കാർ പറയുന്ന സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്യണം, അഡ്മിഷൻ എടുക്കണമെന്ന് പറയുന്ന വാശിയാണ് യഥാർത്ഥത്തിൽ ആ കണക്ക് അങ്ങനെ വരാൻ കാരണം. അത് ചർച്ചകൾക്ക് തയ്യാറാണ് എന്നിപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. സമരക്കാരും ആ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട്.